കമോൺ ഗേൾസ്, ആഫ്റ്റർ മാരേജ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട്. മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡേ നമ്മുടെ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് കമൻസിൽ പറയുക. ബിക്കോസ് ചില വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മാരേജ് കഴിഞ്ഞിട്ട് നൈറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അമ്മായിമ്മ വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലത്തെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഈ ഗോൾഡ് മേടിച്ചിട്ട് സെപ്പറേറ്റ് വെക്കുന്നത്. സോ എനിക്കിത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് തോന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അത് എന്തൊക്കെ സാധനമായാലും നമ്മൾ നമ്മുടെ അടുത്ത് കീപ്പ് ചെയ്യുക. ഇല്ല, ഞാൻ എൻ്റെ കയ്യിൽ വെച്ചോളാം, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നതല്ലേ, ഞാനിത് സേഫായിട്ട് എടുത്ത് വെച്ചോളാം എന്ന് സ്റ്റഡി ആയിട്ട് പറയും. നെക്സ്റ്റ് ഡേ രാവിലെ എല്ലാവരും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മണിക്കും 5 മണിക്കൊന്നും അങ്ങനെ എണീക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാവും നല്ലത്. ബിക്കോസ് നമ്മളൊക്കെ ചിലപ്പോൾ ചിലവർ 7 മണി 8 മണി 9 10 അങ്ങനെയൊക്കെ എണീക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ അത്ര മണിക്കൊന്നും എണീക്കണ്ടെങ്കിലും 4 മണിക്കൊന്നും എണീറ്റ് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ ലൈഫ് ലോങ് നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൂർക്കം വലിച്ച് ഉറങ്ങാനല്ല, എന്നാലും നമ്മളൊരു ലിമിറ്റൊക്കെ കീപ്പ് ചെയ്യുക, ഓവറായിട്ട് ആക്ട് ചെയ്യാതിരിക്കുക ആൻഡ് നോർമലായിട്ട് ബിഹേവ് ചെയ്യുക. ആൻഡ് കിച്ചണിൽ പോയിട്ട് നമുക്ക് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക. അല്ലാതെ കിച്ചൺ ഡ്യൂട്ടി ഫുള്ളായിട്ട് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ഷെഫായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ടല്ല നമ്മളവിടെ പോകുന്നത്. സോ അത് മൈൻഡിൽ വെക്കുക. പോയിട്ട് നമുക്ക് പറ്റാവുന്ന നമുക്ക് അറിയാവുന്ന ഹെൽപ്പുകൾ ആദ്യം ചെയ്ത് കൊടുക്കുക. ആരെയും നമ്മൾ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. സോ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് റിലേറ്റീവ്സ് അങ്ങനെ കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആൾക്കാരുടെ കുറേ ചൊറിയൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ആൾക്കാർ ചോദിക്കും. ചില ആൾക്കാർ നല്ല ആൾക്കാരും ഉണ്ട്, പക്ഷേ കുറേയൊക്കെ നമ്മളൊരു ഫുള്ളായിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ അടി മുതൽ മുടി വരെ സ്കാൻ ചെയ്യും. ആൻഡ് നമ്മളെക്കുറിച്ച് വിയേർഡായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിടും. ആൻഡ് നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തിട്ടാവും അവരവിടെ നിന്ന് പോവുക. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് അവിടെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ മാക്സിമം അവരെ കണ്ട് പേടിക്കാതിരിക്കുക. ഫസ്റ്റൊക്കെ ഞാനും ഇങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ട് ഒതുങ്ങി കൂടി പേടിച്ച്, ഇപ്പം ഞാൻ നോക്കണം എന്തിനാ നമ്മൾ അവരെ കണ്ട് പേടിക്കണത് അല്ലേ? പുലിയോ സിംഹമോ ഒന്നും അല്ലല്ലോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് വിയേർഡായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്ക് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് ഇതാക്കുന്ന ആൾക്കാരടുത്ത് അതേപടി നമ്മൾ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ ശ്രമിക്കുക എന്നല്ല, എന്തായാലും കൊടുക്കുക. പറഞ്ഞു വന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് ഒരിക്കലും എവിടെയും ആരെടുത്തും പെരുമാറാതിരിക്കുക. ബിക്കോസ് അത് നമ്മുടെ ഒരു ക്യാരക്ടർ അവർ വിലയിരുത്തും. നമ്മൾ ഇപ്പോൾ സപ്പോസ് സൈലൻ്റ് ആണ് അല്ലെങ്കിൽ പേടിച്ച സ്വഭാവമാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ, ഞാൻ എല്ലാവരും അല്ല ഉദ്ദേശിച്ചത്, നല്ല ഫാമിലീസും റിലേറ്റീവ്സും അയൽവക്കക്കാരും ഒക്കെ ഉണ്ട്, അവരെയല്ല ഞാൻ ഈ ചില ആൾക്കാരെ ഉദ്ദേശിക്കുന്നത്. ആ കയറി വന്ന പെൺകുട്ടിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് പോലും മനസ്സിലാക്കാതെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പം റിപ്ലൈ കൊടുക്കുന്നതാവും ഏറ്റവും ബെസ്റ്റ്. വേറെ ഒന്നുമല്ല, ജോബ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ജോബിലുള്ള ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് സപ്പോസ് നിങ്ങൾക്ക് മാരേജിന് ശേഷം നിങ്ങളവിടെ ജോബ് സെർച്ച് ചെയ്യാൻ നോക്കുകയാണ്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡീസ് കണ്ടിന്യൂ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാതെ കുറച്ച് ദിവസം മാത്രം ഗ്യാപ്പ് എടുത്ത ശേഷം അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ നമ്മുടെ മാരേജ് കഴിഞ്ഞു എന്ന് വെച്ച് ആ കരിയർ അവിടെ ബ്രേക്ക് ചെയ്ത് നമ്മൾ വീട്ടിലിരിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കും. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വല്ല കടയ്ക്കോ നൈറ്റ് നമ്മൾ വല്ല മൂവി ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും പോകുന്ന സമയത്ത് ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. സോ ഒരിക്കലും നിങ്ങൾ പെർമിഷൻ ചോദിക്കാതിരിക്കുക. അതൊരു ശീലമാക്കി വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് എവിടെ പോകണമെങ്കിലും പെർമിഷൻസ് ആവശ്യം വരും. സോ അതുകൊണ്ട് ആരും നമുക്ക് പെർമിഷൻ തരേണ്ട ആവശ്യമില്ല. ഇത് നമ്മളൊരു പേഴ്സണൽ കാര്യമല്ലേ, അതുകൊണ്ട് പെർമിഷൻസ് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് പോകുക, അതിനുള്ള റെസ്പെക്റ്റ് കാണിക്കുക. അല്ലാതെ ആരുടെയും അടിമയായിട്ടോ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് വൺ, റെസ്പെക്ട് ദി വൺസ് ഹൂ റെസ്പെക്ട് യു. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നത് ആരാണോ അവരെ നിർബന്ധമായിട്ടും റെസ്പെക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങളെ ആരാണോ റെസ്പെക്ട് ചെയ്യുന്നത് അവരെ മാത്രം. അടുത്തത്, മാരേജ് കഴിഞ്ഞു കുറച്ച് ദിവസമായി, ആ ഒരു വിരുന്നിന് പോയി വന്നു, അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരുമാതിരി വൃത്തിയില്ലാത്ത ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ പഴയ ഒരു തുണിയും മുടിയും കെട്ടാതെ ഇപ്പോൾ വിരുന്നൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഫംഗ്ഷൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് തോന്നിയ പോലെ നടക്കാതിരിക്കുക. നമുക്ക് വേണ്ടി ഡ്രസ്സപ്പ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലോലെസ് ആയിട്ട് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നടക്കുക. കാരണം ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് ഓരോ നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഫേസ് ഇങ്ങനെ മാറി മാറി വരും. ആ സമയത്ത് നമുക്ക് തന്നെ സമയം കണ്ടെത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഈ ഒരു സ്റ്റേജ് നന്നായിട്ട് എൻജോയ് ചെയ്യുക, പുറത്തേക്ക് പോവുക, മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചു പോയി. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും ഫാമിലി മെമ്പേഴ്സ്. അവരെയും നല്ല റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുക, സ്നേഹത്തോട് കൂടി സംസാരിക്കുക, ബേസിക് ആയിട്ടുള്ള ഒരു വാല്യൂസ് അവർക്കും കൊടുക്കുക, നിങ്ങൾക്ക് ഇങ്ങോട്ട് തരികയാണെങ്കിൽ മാത്രം. ആൻഡ്
നിങ്ങൾക്ക് വല്ല ബേബി പ്ലാൻസ് ഒക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താണ് നിങ്ങളുടെ ബേബി പ്ലാനിങ്? ഇനിയിപ്പോൾ പെട്ടെന്ന് വേണോ, അല്ലെങ്കിൽ കുറച്ച് ഇയേഴ്സ് കഴിഞ്ഞിട്ട് വേണോ, ഇനി വേണോ വേണ്ടയോ, എന്താണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു ഫാമിലിയെ കൂടെ ഒന്ന് അറിയിക്കുന്നതാവും എത്രയും ബെറ്റർ. കാരണം കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് മന്ത് മുതൽ വിശേഷമായില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്ക് നിന്ന് എന്തായാലും നമ്മൾ കേൾക്കും. സോ അതിന് മുന്നേ തന്നെ നമ്മുടെ പ്ലാൻസ് എന്താണോ, എനിക്ക് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഞങ്ങളൊരു ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി എന്നു തോന്നുന്ന ആൾക്കാർ അതൊന്ന് അറിയിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ആരുടെ കൺട്രോളിലും നമ്മൾ ഇരിക്കാതിരിക്കുക. ആരെയും നമ്മുടെ ബേസിക് ആയിട്ടുള്ള വാല്യൂസിനെ, നമ്മുടെ ഡ്രസ്സിങ് സെൻസിനെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ വിളിക്കുക, ഫോൺ വിളിക്കുന്നത്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ആദ്യമേ നോ പറയുക. ഒരിക്കലും പാവം നടിച്ച് അവിടെ നിന്ന് കൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് ലൈഫ് ലോങ് പോകേണ്ട സെറ്റിൽമെൻ്റ് അല്ല, പോകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു രീതിയിലും നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ആക്ട് ചെയ്യാതിരിക്കുക. ആക്ട് ചെയ്തിട്ട് ഇതാക്കാൻ ഇത് ഡ്രാമയൊന്നുമല്ല, നമ്മുടെ ഒരു ലൈഫാണ്. ഒരു മാസം 2 മാസം നിങ്ങൾക്ക് എത്ര കാലം ആക്ട് ചെയ്യാൻ പറ്റും? നിങ്ങളായിട്ട് മാറും. അത് ആ ഒരു ക്യാരക്ടർ എന്തായാലും പുറത്തോട്ട് വരും. നിങ്ങൾക്ക് ഇപ്പോൾ വിചാരിക്കാം ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ടും സോഫ്റ്റായിട്ടും മാത്രം എത്ര ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ അതേപോലെ പെരുമാറാം, ഒരിക്കലില്ല. നമ്മുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായാലും പുറത്തോട്ട് വരും. സോ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ റിയൽ ആയിട്ടിരിക്കുക, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ട്രൂ ആയിട്ടിരിക്കുക. ഇനി ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരികയാണെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ആക്ഷൻസ് അപ്പം തന്നെ അവിടെ എടുക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇനി സപ്പോസ് ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ആൾക്കാരല്ല നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അവിടെ വെച്ചുകൊണ്ടിരിക്കാതെ അപ്പം തന്നെ നിങ്ങൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കുക. ഇനി സപ്പോസ് വീട്ടിലും നിങ്ങൾക്ക് ഒരു പ്രിഫറൻസും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു വില കൊടുക്കുന്നില്ലെങ്കിൽ അടുത്ത എന്താ ചെയ്യാൻ പറ്റുക അവിടെ അറിയിക്കുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഒരുപാട് പേര് മാരേജ് കഴിഞ്ഞിട്ട് സ്യൂസൈഡ് അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. ഹെൽപ്ലെസ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരാളോ 2 ആളോ നമ്മൾ കൈ ഒഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്യൂസൈഡ് അല്ല നമ്മുടെ ഓപ്ഷൻ. സോ സിറ്റുവേഷൻസ് എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. നിങ്ങൾക്ക് വരുന്ന എന്ത് പ്രശ്നമായാലും കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. ഹാപ്പിനെസ്സും സാഡ്നെസ്സും, സന്തോഷവും സങ്കടവും ഒരേ ലെവലിൽ പോയിക്കൊണ്ടിരിക്കില്ല. ആ ഗ്രാഫ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് സന്തോഷിച്ചാൽ ഇടയ്ക്ക് ഒരു ദുഃഖവും അനുഭവിക്കേണ്ടി വരും. സോ അത് മനസ്സിൽ വയ്ക്കുക. ഇപ്പോഴുള്ള യങ് കപ്പിൾസ് ആൻഡ് യങ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും ചില പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും ഞാൻ പറയുന്ന കാര്യം ജെന്യൂൻ ആണെന്ന് തോന്നിയാൽ എനിക്കൊരു ലൈക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റായിട്ട് അവിടെ പറഞ്ഞിട്ട് പോവുക. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു കമൻറ്റ് ഇടാൻ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് പെട്ടെന്ന് വരുന്നവരെ ബൈ.